ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ രാജിവെക്കണം. രാഹുലിന് തുടരാനായിട്ട് ഒരു അധികാരവും ഇല്ല. തീർച്ചയായിട്ടും രാജിവെക്കണം. ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ അതിനൊരു ധാർമ്മികതയുണ്ട്. ഞാൻ ഇന്നലെ തന്നെ രാജിവെക്കാനാണ് ഒരു പത്രസമ്മേളനം ഉണ്ടെന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷെ അത് ഉടനെ തന്നെ മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ തന്നെ അത് പറയുമെന്ന് വിചാരിച്ചു. ഇനി മാത്രമല്ല, ഇതിനെതിരെ എന്തെങ്കിലും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നെങ്കിൽ മൗനമായിട്ട് ഇരിക്കുകയല്ല വേണ്ടത്. അപ്പൊ തന്നെ ഡിഫോമേഷൻ കേസ് കൊടുക്കാം. കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ശരിയാണെന്ന് തന്നെ നമ്മൾ അനുമാനിക്കേണ്ടി വരും. ഒരു പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കുന്നതല്ല. സ്ത്രീപക്ഷ നിലപാടും മാനവിക നിലപാടും എടുത്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള നിലപാട് പാർട്ടി എടുക്കും. അല്ല, ഇത് രാജിവെക്കാതെ തരമില്ലല്ലോ. രാജിവെപ്പിക്കാതിരിക്കാൻ എത്ര പരിശ്രമിച്ചാലും കഴിയാത്ത വിധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള ഒരുപാട് പ്രചരണങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ, തെളിവുകൾ. ഇന്നലെ ഒരു പെൺകുട്ടി പറയുന്നത് കേട്ടിട്ട് നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ഇത്തരം ഒരു ക്രിമിനൽ മനോഭാവം ഉണ്ടായിരുന്നു ഇയാൾക്ക് എന്നുള്ളത്. രാഷ്ട്രീയമായിട്ട് എതിർചേരിയിലുള്ളവരെ അപഹസിക്കുകയും വ്യക്തിഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു ക്രിമിനൽ സ്വഭാവം ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരു കുട്ടിയെ ഗർഭം അലസിപ്പിക്കാൻ പ്രേരിപ്പിക്കുക, രണ്ടുപേരും പരസ്പര പ്രണയത്തിലായിരുന്നു എന്നുള്ളതാണ് കുട്ടിയുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അങ്ങനെ ആ പെൺകുട്ടി പ്രണയിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. എന്നാൽ രാഹുലിന് അതൊരു വിനോദം മാത്രമായിരുന്നല്ലോ. എന്നിട്ട് ഗർഭം അലസിപ്പിക്കാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല, അവസാനമാകുമ്പോൾ ഭീഷണിയുടെ സ്വരാണ് വരുന്നത്. നിന്നെ കൊന്നുകളയണമെങ്കിൽ ഒരു മിനിറ്റ് പോലും ആവശ്യമില്ല എന്ന് പറയുന്നിടത്ത് വരെ ഒരു യൂത്ത് നേതാവ് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എത്ര അപഹാസ്യമാണത്.